ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ഏലിയാസ് യുവാമോശക്കാലത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനവും നിത്യവിധിയും പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നു. ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം 24-ാം അധ്യായം 3 മുതൽ കർത്താവ് പറയുന്ന വാക്കുകൾ ജെറൂസലം ദേവാലയത്തിൻ്റെയും നഗരത്തിൻ്റെയും നാശം ആസന്നമാകുന്ന ആ തകർച്ച, അതൊക്കെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ തൻ്റെ രണ്ടാം വരവിനെ പറ്റിയിട്ടുള്ള സൂചനകളും കർത്താവ് നൽകുകയാണ്. വലിയ മഹത്വത്തോടെ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നു. വലിയ കാഹളധ്വനിയോടുകൂടി അവിടുന്ന് കടന്നു വരുന്നു. എന്നാൽ നാം കാണുക മറ്റൊരു കാര്യമാണ്. ഇവിടെ ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുന്നു. ഇതിനെ ബന്ധിപ്പിക്കാവുന്ന മറ്റൊരു ഭാഗം സക്രിയായുടെ പുസ്തകത്തിലെ 12-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. യാഹ്വേ തൻ്റെ ശത്രുക്കളെ, ഇസ്രായേലിലെ ശത്രുക്കളെ തോൽപ്പിക്കുന്നു. അങ്ങനെ തോൽപ്പിക്കുമ്പോൾ അത് ഇസ്രായേലിന് തന്നെ അനുദപിക്കുന്നതിന് കാരണമാകുന്നു. 12-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ: ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറൂസലം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. ഇതിൻ്റെ തൊട്ടു മുൻപത്തെ വചനം ഇപ്രകാരമാണ്. 9-ാം വാക്യം: അന്ന് ഞാൻ ജെറൂസലമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിക്കും. അപ്പോൾ ഈ വിലാപം അത് നിരാശയിൽ നിന്ന് വരുന്നതല്ല, തങ്ങളുടെ തന്നെ ജീവിതത്തിലെ ഉണ്ടായിരിക്കുന്ന കുറവുകളെപ്പറ്റി ഇസ്രായേൽ അനുദപിക്കുന്നതാണ്. അങ്ങനെയുള്ള യഥാർത്ഥ അനുതാപമുണ്ടാകുമ്പോൾ ആ ജെറൂസലം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം ദൈവം നൽകും എന്ന് അവിടുന്ന് സക്രിയയുടെ പുസ്തകത്തിലൂടെ നമുക്ക് വാക്ക് തരികയാണ്. അപ്പോൾ ഇവിടെ ഈ വിലാപത്തിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം നമ്മെ അനുതാപത്തിലേക്ക് നയിക്കണം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ കുറവുകളും പോരായ്മകളൊക്കെ കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട മാറ്റത്തെപ്പറ്റി നമ്മൾ ഓർക്കാറില്ല. പിന്നെ നമ്മൾ ഒന്നാമത് ചിന്തിക്കുക ഇക്കാര്യമാണ്. ആത്മാർത്ഥമായിട്ട് അനുദപിക്കുന്നു. ആ അനുതാപത്തിൽ കർത്താവിൻ്റെ കൃപയ്ക്കായി, കാരുണ്യത്തിനായി നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് നമ്മളവിടെ കാണുക 32-33 വാക്യങ്ങളാണ്. അത്തിമരത്തിൽ നിന്ന് പഠിക്കാൻ ഈശോ പറയുന്നു. അതിൻ്റെ കൊമ്പുകൾ ഇളതാകുന്നു, തളിർക്കുന്നു. അപ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് യഹൂദന്മാർ പറയുന്നു. ചില അടയാളങ്ങളിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നു. ജീവിതത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയും മാറ്റത്തിൻ്റെ പ്രതീതിയുമൊക്കെ നൽകി ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ. നമുക്കും മറ്റുള്ളവർക്കും നാം ജീവിതം നവീകരിക്കുന്നു എന്നുള്ള പ്രതീക്ഷ നൽകുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ അത് വ്യാജമായ പ്രതീക്ഷയാകുന്നു. ആത്മാർത്ഥമായ ജീവിതമില്ലാതെ പുറത്തേക്ക് എല്ലാം പൂത്ത് തളിർത്ത് നിൽക്കുന്നത് പോലെയുള്ള പ്രതീതി ജനിപ്പിക്കുന്ന ജീവിതങ്ങളാണ് പലരുടേതും. അവിടെ കർത്താവ് നമുക്ക് നല്ല നിർദ്ദേശം നൽകുകയാണ്, വ്യക്തമായ സൂചന നൽകുകയാണ്. നിൻ്റെ ജീവിതത്തിലെ തിരിച്ചുവരവ്, നിൻ്റെ ജീവിതത്തിലെ നവീകരണം അത് ആത്മാർത്ഥതയുള്ളതാകട്ടെ, നിലനിൽക്കുന്നതാകട്ടെ. പെട്ടെന്ന് വീണുപോകുന്ന
അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ആധ്യാത്മിക നവീകരണം അത് യഥാർത്ഥമാകില്ല, നിലനിൽക്കില്ല എന്ന് കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, കർത്താവിൻ്റെ വരവിനെപ്പറ്റി, അതിൻ്റെ കൃത്യമായ സമയത്തെപ്പറ്റി അറിയാൻ നമുക്കൊരു അവകാശവുമില്ല. അതെന്നുണ്ടാകും എന്നുള്ളത് ഒന്നും നമ്മുടെ കൈകളിലല്ല. അവിടെ ചിലപ്പോൾ നമുക്ക് സംശയമുണ്ടാക്കുന്നൊരു വചനമുണ്ട്. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. എന്താണ് ഈ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഈശോ ദൈവമാണ്, പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ദൈവമാണ്. യോഹന്നാൻ സുവിശേഷകൻ യേശുവിൻ്റെ ദൈവത്വത്തെ എപ്പോഴും എടുത്തു പറയുന്നവനാണ്. യോഹന്നാൻ 16-ാം അധ്യായം 30-ാം വാക്യം ഇപ്രകാരമാണ്: നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവമാണ്. പക്ഷേ എങ്കിലും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കാതെ ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. നമുക്കറിയാവുന്ന ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ടുവരും നല്ലതാണ്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിൽ അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുക, എല്ലാത്തിലും പിതാവിൽ ആശ്രയിക്കുന്ന, പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങുന്ന ഈശോയെയാണ്. ദൈവത്തിൻ്റെ മഹത്വം തൽക്കാലത്തേക്കെങ്കിലും അവിടുന്ന് വിസ്മരിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താതെ നമുക്ക് വേണ്ടി അവിടുന്ന് ദാസൻ്റെ രൂപം സ്വീകരിക്കുന്നു എന്നുള്ള വലിയ സത്യമാണ് ഈ വാക്കിൽ നമ്മൾ കാണുക. ഇവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് യേശുവിൻ്റെ 2-ാം വരവ് തീർച്ചയായിട്ടും ഉണ്ടാകും. 24-ാം അധ്യായം 33-ാം വാക്യത്തിലെ, ഇന്നത്തെ സുവിശേഷത്തിലെ 33-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവൻ തൊട്ടടുത്ത് വാതിൽക്കൽ നിൽക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു. അപ്പോൾ യുഗാന്ത്യത്തിൽ യേശുവിൻ്റെ വിളി കേൾക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ വാക്കുകളുടെ സൂചന. പക്ഷേ അതോടൊപ്പം തന്നെ കർത്താവ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറയുന്നത് പോലെ കർത്താവ് എന്നും നമ്മുടെ ജീവിതമാകുന്ന വാതിലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. തൊട്ടു മുമ്പുള്ള വചനം ഇപ്രകാരമാണ്: അനുതപിക്കുക, തീക്ഷ്ണതയുള്ളവനാകുക. ഈ സന്ദേശം തന്നെയാണ് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മൾ അനുതപിക്കണം, കൃപയുടെയും കാരുണ്യത്തിൻ്റെയും നിറവിനായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിലനിൽക്കുന്ന ആത്മാർത്ഥതയുള്ള നവീകരണമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതുപോലെ ഈ നവീകരണം അത് എന്നുമുണ്ടാകേണ്ടതാണ്. കാരണം ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വാതിൽപ്പടിയിൽ ഓരോ ദിവസവും വന്ന് മുട്ടുന്നു. കർത്താവിനായിട്ട് നമുക്ക് ഓരോ ദിവസവും അല്ല, ഓരോ നിമിഷവും നമുക്ക് വാതിൽ തുറക്കാം. ജീവിതത്തിൻ്റെ വാതായനങ്ങൾ കർത്താവിനായിട്ട് തുറന്നു വയ്ക്കാം. ആമേൻ.